നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടനൊപ്പമാണ് ജനവിധി. ജനങ്ങൾ ഹൃദയത്തിലേക്കാണ് സ്വീകരിച്ചത്. ജനങ്ങൾ നൽകിയ വലിയ ഉത്തരവാദിത്തമാണ്. ചരിത്ര ഭൂരിപക്ഷത്തിൽ പെരുമ്പാവൂരിലെ ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഇനി എന്റെ മുഴുവൻ സമയ ജീവിതവും പെരുമ്പാവൂരിന് വേണ്ടി മാറ്റിവെക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഇവിടെ ഉള്ളത്. കോൺഗ്രസിന്റെയും UDFന്റെയും എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാരുടെ അക്ഷീണമായ പരിശ്രമമാണ് ഈ വിജയത്തിന്റെ പിന്നിൽ. ഒരുപാട് ആളുകളുടെ രാഷ്ട്രീയമില്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരുടെ കലവറയില്ലാത്ത പിന്തുണയാണ് ചരിത്ര ഭൂരിപക്ഷം നേടി വിജയിക്കാൻ കഴിഞ്ഞത്. പെരുമ്പാവൂരിന് വേണ്ടി ഇനിയുള്ള ജീവിതം സമർപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് പെരുമ്പാവൂരിന്റെ വികസനത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് അവസരത്തിൽ. 28,434 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് മനോജ് മൂത്തേടൻ വിജയം സ്വന്തമാക്കിയത്. എതിരാളികളായ LDFിലെ ബേസിൽ പോളിന് 46,654 വോട്ടുകളെ ലഭിച്ചുള്ളൂ. NDA സ്ഥാനാർത്ഥി ജിബി പാത്തിക്കലിനാകട്ടെ 22,497 വോട്ടുകൾ നേടാനായി. കുന്നത്തുനാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയും അശമന്നൂർ, കൂവപ്പടി, ഒക്കൽ, മുടക്കുഴ, രായമംഗലം, വെങ്ങോല, വേങ്ങൂർ പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം. കഴിഞ്ഞ ഇലക്ഷനിലും പെരുമ്പാവൂരിലെ ജനങ്ങൾ UDFിനൊപ്പമായിരുന്നു. എൽദോസ് കുന്നപ്പിള്ളി സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുന്നത്. ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് പെരുമ്പാവൂരിൽ ചരിത്ര വിജയം നേടാൻ UDFന് കഴിഞ്ഞു. 28,225 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പെരുമ്പാവൂര് UDF സ്ഥാനാർത്ഥിക്ക് സമ്മാനിച്ചത്. തീർച്ചയായും എറണാകുളം ജില്ലയിൽ UDF പ്രതീക്ഷ പോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 14 സീറ്റും ഉജ്ജ്വലമായി വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജില്ലയിലെ UDF നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. പെരുമ്പാവൂരിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഐക്യ ജനാധിപത്യ മുന്നണി വളരെ വാശിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് പഞ്ചായത്തുകളെല്ലാം കിട്ടി, മുനിസിപ്പാലിറ്റി കിട്ടി, ജനപ്രതിനിധികൾ മുഴുവൻ ചെയ്യിപ്പിക്കാൻ പറ്റി. ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലധികം ലീഡാണ് ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ CPMന്, BJPക്ക്, 2020ക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും അവരുടെ കൈകളിൽ ആളില്ലായിരുന്നു. ഏതെങ്കിലും ഒരു BJP പ്രവർത്തകൻ സ്ഥാനാർത്ഥിയായോ? ഏതെങ്കിലും ഒരു 2020യുടെ പ്രവർത്തകൻ സ്ഥാനാർത്ഥിയായോ? ഏതെങ്കിലും ഒരു CPMന്റെ പ്രവർത്തകൻ സ്ഥാനാർത്ഥിയായോ? കേരള കോൺഗ്രസിൻ്റെ ഈ സംസ്ഥാനത്തുള്ള പ്രവർത്തിക്കുന്ന ആരെങ്കിലും അവരുടെ സ്ഥാനാർത്ഥിയായോ? ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്ത സാഹചര്യമാണ് പെരുമ്പാവൂരിൽ LDFന് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് 101 സീറ്റിലധികം കേരളം നേടിയെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ 100+, അതല്ലെങ്കിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പരിഹസിച്ചു. ഇവിടുത്തെ ഇടതുപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസ് ലീഡേഴ്സിനെയും പ്രത്യേകിച്ച് VD സതീശനെയും പരിഹസിച്ചപ്പോൾ ഇന്ന് ഉജ്ജ്വലമായ വിജയം കൈവരിച്ചപ്പോൾ ആ ഒരു കാര്യം ഇവിടുത്തെ ഇടതുപക്ഷത്തിന് മനസ്സിലായി കാണുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. 1996 മുതൽ KSU സംസ്കൃത സർവകലാശാല യൂണിറ്റ് പ്രസിഡന്റ് ആകുന്നത് മുതൽ മനോജ് മൂത്തേടൻ പാർട്ടിയുടെ നേതൃനിരയിലുണ്ട്. പിന്നീട് KSU താലൂക്ക് സെക്രട്ടറി, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് ട്രഷറർ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. 2014 മുതൽ എറണാകുളം DCC വൈസ് പ്രസിഡന്റാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അനേകം വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും നടപ്പാക്കിയതും ജനങ്ങൾ മറന്നില്ല എന്ന് ഈ തിളക്കമേറിയ വിജയം ചൂണ്ടിക്കാണിക്കുന്നു. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ 14 റൗണ്ടിലാണ് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയത്. ആദ്യം എണ്ണിയത് ഒക്കൽ പഞ്ചായത്തിലെ വോട്ടുകളായിരുന്നു. തുടർന്ന് കൂവപ്പടി, വേങ്ങൂർ, മുടക്കുഴ, പെരുമ്പാവൂർ നഗരസഭ, വെങ്ങോല, രായമംഗലം, അശമന്നൂർ എന്നീ ക്രമത്തിലായിരുന്നു എണ്ണൽ. ആലുവ UC കോളേജിലായിരുന്നു വോട്ടെണ്ണൽ. 6ാം മേശ വരെ ഓരോന്നിലും 15 വീതം യന്ത്രങ്ങൾ ഉണ്ടായി.
എല്ലാ മേശകളിലെയും യന്ത്രങ്ങളിലെ വോട്ടുകൾ ഒരേ സമയം എണ്ണുന്നതായിരുന്നു ക്രമം. ഒരു പഞ്ചായത്തിലെ പൂർത്തിയാക്കിയതിനു ശേഷം അടുത്ത പഞ്ചായത്തിലേക്ക് കടന്നു. വരണാധികാരി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോജോസ്, കുന്നത്തുനാട് തഹസിൽദാർ എം മായ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വോട്ടെണ്ണൽ. 80.40% പോളിംഗ്. 5 മാതൃകാ ബൂത്തുകളും ഒരു പിങ്ക് ബൂത്തുമടക്കം 202 ബൂത്തുകളാണ് പെരുമ്പാവൂരിൽ ഉണ്ടായിരുന്നത്. ഇടതു സ്ഥാനാർത്ഥിയെയും NDA സ്ഥാനാർത്ഥിയെയും ബഹുദൂരം പിന്നിലാക്കിയാണ് മനോജ് മുത്തേടൻ വിജയപഥത്തിൽ എത്തിയത്. കേരളം UDF-നൊപ്പം കുതിക്കുമ്പോൾ അതിനൊപ്പം കൈകോർക്കുകയാണ് പെരുമ്പാവൂർ മണ്ഡലവും. മനോജ് മുത്തേടൻ നാടിന്റെ ശബ്ദമായി നിയമസഭയിൽ മുഴങ്ങിക്കേൾക്കുമെന്ന ആവേശത്തിലാണ് നാടും നാട്ടുകാരും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.